ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ദുബായിലും മദീന മാള്. ദുബായുടെയും ഷാർജയിലും ഉള്ളൊരു മാളാണ്. നല്ല വലിയ മാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ സിസ്റ്ററും ഫാമിലി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒന്ന് കറങ്ങാം, ചെറിയൊരു മിനി കറക്കം നടത്താമെന്ന് വിചാരിച്ച് വന്നിട്ടുള്ളതാണ്. നല്ല രസമുള്ളൊരു മാളാണ് ദുബായ്. ഇത് നമ്മുടെ മദീന മാള്. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ലേ, നിറച്ച് മാളുകളാണ്. അപ്പോൾ അതിലൊരു മാളാണ് മദീന മാൾ കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ അഞ്ചത്തി ഫാമിലി. അവരിതേ വന്നു. അവർ അഞ്ചത്തി ടീച്ചറാണ്, മോൻ ഇവിടെ പഠിക്കുന്നത് +2. അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അവർ വെക്കേഷനായപ്പോൾ നാട്ടിൽ പോകണം. ഇവിടെ സമ്മർ വെക്കേഷൻ തുടങ്ങി. ജൂലൈ ഓഗസ്റ്റിൽ ദുബായിൽ സമ്മർ വെക്കേഷനാണ്. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നാട്ടിൽ പോകട്ടാ. കാരണം 2 മാസം ലോങ് വെക്കേഷൻ കിട്ടുമല്ലേ. അപ്പോൾ എല്ലാവരും നാട്ടിൽ പോവും. അങ്ങനെ ദുബായ് ഏകദേശം ഒന്നൊരു ശാന്തമാവും. 2 മാസം എല്ലാവരും നാട്ടിൽ പോകണം. കാരണം ദുബായ് ഒരു ശാന്തമാവും. ദുബായിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ ഒന്ന് കുറയും. അങ്ങനെ ദുബായ് ഒരു ശാന്തം, എല്ലാവരും നാട്ടിൽ പോകും. അപ്പോൾ നമുക്ക് വിഷമവും. ഞങ്ങൾ നാട്ടിൽ പോകണില്ല ഇപ്രാവശ്യം. അപ്പോൾ എല്ലാവരും പോവും, എല്ലാവരും ഹാപ്പിയിലാണ്. ഇത്രാം തീയതി പോകും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാപ്പിയിലായിരിക്കും. പക്ഷെ ആകെ ഉള്ളൊരു പ്രശ്നം, ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഫെയർ കൂടുതലുണ്ടാവുക. ദുബായിൽ നിന്ന് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഫെയറും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഫെയർ ഏറ്റവും കൂടുതലുള്ള സമയം ഈ 2 മാസം വെക്കേഷൻ്റെ തുടക്കത്തിലും അവസാനത്തിലാണ്. പിന്നെ നാട്ടിലാണെങ്കിൽ നല്ല ഉഗ്രം മഴയും ചിലപ്പോൾ ഒരു നല്ല കാലാവസ്ഥയല്ലേ നാട്ടിൽ. ഇങ്ങനെ ഒരു ഓണം കിട്ടും. അപ്പോൾ ഈ 2 മാസം വെക്കേഷന് മിക്കവാറും പേര് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. പിന്നെ നല്ല കാലാവസ്ഥയല്ലേ, ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജൂലൈ കത്തുകയാണെങ്കിൽ ദുബായ് കത്തുകയാണെങ്കിൽ നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയി തന്നെയാണ് നല്ലത്. ദുബായിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല, ഔട്ട്ഡോർ ആയിട്ടൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാളുകളൊക്കെ ഏകദേശം ഫുള്ളായിരിക്കും ഈ സമയത്ത്. കാരണം പുറത്തിറങ്ങിയുള്ള പാർക്കിലൊന്നും പോയി നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇഷ്ടംപോലെ പാർക്കുണ്ട്. അപ്പോൾ പാർക്കിലൊന്നും പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ, നല്ല ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാളിലായിരിക്കും. അപ്പോൾ മാളിലാണ് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ വെക്കേഷൻ സമയം കാരണം കുട്ടികൾ നാട്ടിൽ പോകണമെന്ന് നന്നായി. അങ്ങനെ പാർക്കിൽ പോകാനോ ഓടി കളിക്കാനോ കുട്ടികൾക്ക് ഔട്ട്ഡോറിലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ ഈ സമയത്താണ് ദുബായിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിലും വെക്കേഷൻ ചൂടുകാലത്ത് തന്നെയല്ലേ വരുന്നത്. അതുപോലെ തന്നെ ദുബായിലും വെക്കേഷൻ ചൂടുകാലത്ത് തന്നെയാണ്. അങ്ങനെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ കാരിഫോർ ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്രോസറി സാധനങ്ങളൊക്കെ കിട്ടുന്ന കാരിഫോർ ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് കിട്ടുന്ന സ്മാർട്ട് ബേബി ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. സോൺ 1 എന്നുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന അങ്ങനത്തെ കുഞ്ഞു വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്ന സുവനീഴ്സൊക്കെ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ കുറേ സെയിൽ നടക്കുന്ന കടകളുണ്ട്. ജോഹന മാക്സ് അങ്ങനെയുള്ള ഡ്രസ് ഷോപ്പുകളും അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ മേക്കപ്പ് ഷോപ്പുകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഫ്ലയറിൻ്റെ ഒക്കെ മേക്കപ്പ് ബോഡി ആൻഡ് സോള അങ്ങനെയുള്ള കുറേ ഷോപ്സുകളുണ്ട് കേട്ടോ. എൻഡോണിറ്റി ഇങ്ങനെയുള്ള ഷോപ്സുകളൊക്കെ ഉണ്ട് മദീന മാളിൽ. എല്ലാം അടുത്തെടുത്താൽ കുറേ ദൂരം നടക്കുന്നുണ്ട്. ഒരു റൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ സംഭവം ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോക്കി നടന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഷോപ്പുകളിലൊക്കെ നടന്നു. ഒരു കുഞ്ഞു ഉണ്ണിക്കൊരു ഡ്രസ്സ് എടുത്തു. പിന്നെ ഇവർക്കൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. അവർ നാട്ടിൽ പോകാനുള്ള പെട്ടിയൊക്കെ കെട്ടി വെച്ച് ഇന്ന് രാത്രിയാണ് അവർ നാട്ടിൽ പോണത്. അപ്പോൾ നാട്ടിൽ പോകണതിൻ്റെ പെട്ടിയൊക്കെ കെട്ടി വെച്ച് അവർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നടന്നു എല്ലാ കടകളിലും സാധനങ്ങളൊക്കെ നോക്കി. വെറുതെ ഒരു രസമല്ലേ, ഇനി 2 മാസം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ എന്നും പറഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കണം. പിന്നെ എന്താ ഇവിടെ ഉണ്ണിക്കും അങ്ങനെ അവർക്ക് 2 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പിസ്സ കഴിക്കാം. പിസ്സ വേണോ KFC വേണോ എന്താ കഴിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്തിരി നേരമായിട്ടുമുണ്ട്. അപ്പോൾ എന്താ കഴിക്കണോ വേണ്ടേ ഇങ്ങനെയൊക്കെയുള്ളൊരു ആലോചനയിലാണ്. പിള്ളേർക്ക് അപ്പോൾ എന്തായാലും കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 മാസം കഴിഞ്ഞിട്ടല്ലേ ദുബായിൽ പിസ്സ കഴിക്കാൻ പറ്റുള്ളൂ, KFC കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവസാനം പിസ്സ KFCയിലെത്തി. അങ്ങനെ ഫുഡ് കോർട്ട് മുകളിലാട്ടതിൻ്റെ ഇവിടെ കുറേ ഷോപ്പുകൾ മുകളിൽ 3 നിലയാണത്. അപ്പോൾ ഫുഡ് കോർട്ട് മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോവുക. അപ്പോൾ പിസ്സ തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പിള്ളേർക്ക് KFC മതി, ഞങ്ങൾക്ക് പിസ്സ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിസ്സ തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിസ്സ ഹട്ട് KFC മോമോസ് ഷോപ്പ് അങ്ങനെ കുറേ ഷോപ്പ് ഫുഡ് കോർട്ടിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. ദുബായിൽ പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക, ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനില്ല. നമ്മുടെ നാട്ടിലെ ഭക്ഷണം ബിരിയാണിയും അതുപോലെ ചാട്ടും മോമോസും എല്ലാതും കിട്ടും. ദുബായിൽ എല്ലാ ഷോപ്പിംഗ് മാളിലും ഫുഡ് കോർട്ട് ഉണ്ടാവും. എല്ലാ ഷോപ്പിംഗ് മാളിലും ഫുഡ് കോർട്ടിൽ നിറച്ച ആൾക്കാരും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ മാളാണ്, പക്ഷേ എല്ലാ മാളും വലുതല്ലേ. എല്ലാ മാളിലും നടന്ന് നമ്മൾ ക്ഷീണിച്ചിരുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന്. വീട്ടിൽ പോയിട്ട് ഇനി ഉണ്ടാക്കാനും പിടിക്കാനും ഒരാൾ നിൽക്കാറില്ല. ദുബായ് നമ്മൾ ആ മാളിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. പിസ്സയും KFC ഒക്കെ പിള്ളേർ പൊതുവേ വാങ്ങിച്ച് കഴിക്കാറ്.
അങ്ങനെ അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് പോകാമെന്ന് വിചാരിക്കുള്ളൂ. നമ്മൾ ഏകദേശം നടന്നൊരു പരിവായിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ ദുബായിൽ നിന്ന് ഇത്തിരി ബിസി ലൈഫാണ് നമുക്കിവിടെ. എല്ലാവരും തിരക്കിലൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ പിസ്സ ഹട്ടിലാണെന്ന് വെച്ചാൽ ഓർഡർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വായോ, ഒരു സമയം പറഞ്ഞു. ആ സമയം വരെ നമ്മളോട് ഇവിടെ ചുറ്റി നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ മൊത്തം ഷോപ്പുകളൊക്കെ ഒന്ന് അന്വേഷിച്ച് എന്തൊക്കെയാണ് കണ്ട ചിക്കിങ് അങ്ങനെ എല്ലാതും കിട്ടും. അല്ലേ, നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നാട്ടിലുണ്ട്. അങ്ങനെയാണ് ദുബായ് നാട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റ് തന്നെയാണ് ദുബായ് എന്ന് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാതും ബിരിയാണി ഷോപ്പ് അങ്ങനെ എല്ലാ ഷോപ്പുകളും ഞങ്ങൾ നോക്കി നടന്നു കേട്ടോ. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സും സലാഡിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ചൈനീസും തായും എല്ലാ ഫുഡും കിട്ടുന്ന ഏരിയകൾ തന്നെയാണ് കേട്ടോ ഫുഡ് കോർട്ടിൽ ഇവിടെ. നമുക്ക് നാട്ടിൽ അങ്ങനെ സദ്യക്കൊക്കെ പോയില്ലേ, നമ്മുടെ നാട്ടിലിപ്പോൾ റിസപ്ഷനൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ. അപ്പോൾ അതൊക്കെ ഒരു നോസ്റ്റാൾജിയ ഫീൽ ചെയ്യും കേട്ടോ ഇങ്ങനെ കാണുമ്പോഴേ. നമ്മുടെ നാട്ടിലിപ്പോൾ കപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ, അതൊന്നും ഇവിടെ കിട്ടില്ല. അതൊക്കെ ഇടയ്ക്ക് ഫീൽ ചെയ്യുമോ അതൊന്നും കിട്ടണില്ലല്ലോ എന്ന്. പക്ഷെ എന്നാലും അതൊക്കെ നമ്മൾ വിഷമം മാറാൻ വേണ്ടി KFC ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അല്ലെങ്കിൽ ബോംബെ ചാട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ ആ നിരാശയൊക്കെ മാറ്റും. അല്ലാണ്ട് രക്ഷയൊന്നുമില്ലല്ലോ. നാട്ടിൽ വല്ല കല്യാണത്തിനോ നല്ല അതൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ അതന്നെ മിസ് ചെയ്യാനാണ് കൂടുതൽ മിസ് ചെയ്യുക. നാട്ടിലെ കല്യാണങ്ങളും അതുപോലെ പെരുന്നാൾ അങ്ങനെ പൂരം ഉത്സവങ്ങൾ അതൊക്കെ നമുക്ക് മിസ് ചെയ്യും ഇവിടെ. പക്ഷെ അതൊക്കെ നമ്മൾ ഷോപ്പിംഗ് മാളിൽ വന്നിട്ട് നടന്നിട്ടും എൻജോയ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ മാറ്റാറ് കേട്ടോ. അത് പിന്നെ പിള്ളേരെ കിഡ്സ് ഏരിയയാണ്. കിഡ്സ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ പാർക്കിൽ ഇപ്പോൾ കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടികളെയും കൊണ്ട് കിഡ്സ് ഓണിലേക്ക് വരിക. അപ്പോൾ പിള്ളേർക്ക് എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു കാർഡ് വിട്ട് കഴിഞ്ഞാൽ നാട്ടിലിങ്ങനെ തന്നെ നാട്ടിലെ സെയിം തന്നെ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ കാർഡ് തീരണവരെ അവർക്ക് കളിക്കാം. വല്ല കുഞ്ഞിയ വല്ല സാധനങ്ങളും ഗെയിം കളിച്ചിട്ട് കിട്ടിയാലേ മര്യാദയ്ക്ക് നല്ല സാധനത്തിൽ പോയി കളിച്ചോളാൻ പറഞ്ഞാൽ ഇവർ കേൾക്കില്ല. ഇവർക്ക് ഈ ഗെയിമിൽ നിന്ന് വല്ലതും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വട്ടം ചുറ്റി നടന്ന് ഈ പിള്ളേർ ഇതുമ്മ കയറി ഇതാക്കും. പണ്ട് ഭയങ്കര താല്പര്യമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമുക്ക് ഇങ്ങനത്തെ ഗെയിം ഏരിയകളൊന്നും ഉണ്ടായില്ല. ഒരു വണ്ടർലാ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോയി 3:30 കയറാൻ പറ്റില്ല. എല്ലാ സ്കൂളിലെ പിള്ളേരും അതുമ്പോൾ ഒന്ന് ക്യൂ നിന്നിട്ട് എല്ലാതും കയറുമ്പോഴേക്കും നമ്മുടെ തേരാകുമ്പോഴേക്കും 1-2 പോലെ കയറാൻ പറ്റുള്ളൂ. എല്ലാ സ്കൂളുകാരും അത് അവിടേക്കല്ലേ ടൂറിന് കൊണ്ടുവരിക. ക്യൂ നിന്ന് തീരുമ്പോഴേക്കും അതിന് 3-4 ആകുമ്പോഴേക്ക് ഏകദേശം തീരും. ഇത് പിന്നെ അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാ മാളിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കിഡ്സ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾ കളിക്കാൻ പറ്റും. പിന്നെ ഇവർക്കൊരു കുഞ്ഞേ സാധനങ്ങളൊക്കെ ഇതുമ്പോൾ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഇവർക്ക് വലിയൊരു സംഭവമാണ്. നമുക്കങ്ങനെ ഗിഫ്റ്റൊന്നും വണ്ടർലാലൊന്നും കിട്ടിയില്ല. എന്നാലും ഇത് നല്ല രസമല്ലേ, പിള്ളേരുടെ രസം. നമുക്ക് ഇതുപോലെ തന്നെയല്ലേ വണ്ടർല കാണുമ്പോൾ സന്തോഷം, ഇവർക്ക് ഈ കിഡ്സ് ഏരിയ കാണുമ്പോൾ സന്തോഷം. ഞങ്ങൾ പറയും ഞങ്ങളുടെ വണ്ടർലയുടെ ഒന്നിനും കൊള്ളില്ല, അത്രയും നല്ലതാണ് ഞങ്ങളുടെ വണ്ടർല എന്നൊക്കെ ഞങ്ങൾ പറയും. വണ്ടർലാൻഡൊക്കെ അടിപൊളിയാന്ന് പറയും. ഇതിനിട്ടാ ഉണ്ണിക്കെടുത്ത ഡ്രസ്സ്. അങ്ങനെ അതേ പിസ്സ എത്തി. ഈ മോപ്പിസയിലെ 3 ഫ്ലേവേഴ്സിന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷവർമ, ക്ലാസിക്, ബെർബറി എല്ലാതും എരിവുള്ളത് തന്നെ. എരിവുള്ളതിന് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു. ഇത് നല്ല പിസ്സയായിരുന്നു കേട്ടോ. നല്ല ചൂട്ടോടെ തന്നെ പിസ്സ നമുക്ക് ഓർഡർ ചെയ്ത് കൊടുത്തതിന് ശേഷമല്ലേ അവർ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂട്ടോടെയുള്ള പിസ്സ കഴിച്ചു. നല്ല ടേസ്റ്റി പിസ്സയായിരുന്നു. അങ്ങനെ അവർക്ക് പോകേണ്ട നേരമായപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ബായ് പറഞ്ഞു. ഏകദേശം സമയമായി, ഏകദേശം നേരമായിട്ടാ രാത്രി. അങ്ങനെ അവർ പോകാമെന്നും പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി. ഞങ്ങളങ്ങനെ അവർക്ക് ബായൊക്കെ പറഞ്ഞു. അവർ ഇന്ന് രാത്രിയിലത്തെ എമിറേറ്റ്സിൽ പോകണം നാട്ടിലേക്ക്. അങ്ങനെ അവർ മഴയൊക്കെ എൻജോയ് ചെയ്ത് നാട്ടിൽ ഓണൊക്കെ കൂടി സന്തോഷമായി അവർക്ക് തിരിച്ചു വരാം. അവരിനി തിരിച്ചു വരുള്ളൂ. അപ്പോഴേ തിരിച്ചു വരുള്ളൂ. ഇനി 2 മാസം വെക്കേഷനല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് പോകണം എല്ലാവരും ഇനി 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ 1 മാസം അങ്ങനെയൊക്കെ തിരിച്ചു വരുള്ളൂ. അങ്ങനെ അവർക്ക് സന്തോഷമായി എൻജോയ് ചെയ്യാം. സമ്മർ ഇവിടെ നമുക്ക് മാളുകളിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. കാരണം സമ്മറിൽ നമുക്ക് ഇൻഡോറല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളും മാളിലൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളും കുറച്ച് നേരം നടന്ന് നമുക്ക് നല്ല സന്തോഷം തന്നെയാണ് കേട്ടോ. ഇവിടെ മാളിലായാലും കുഴപ്പമൊന്നുമില്ല. സാധനങ്ങളൊക്കെ വാങ്ങി, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങി അതിലൊക്കെ സന്തോഷങ്ങൾ കണ്ട്. പിന്നെ നമുക്ക് പൂരം സീസണിൽ മറ്റുള്ള സമയത്ത് നാട്ടിൽ പോകാമല്ലോ. അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഇവിടെ നല്ല എന്താ പറയുക, മാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ വീട് പോലെ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് എൻജോയ് ചെയ്താൽ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട്. See you.